ഗ്രേറ്റ് ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ അതിമനോഹരമായൊരു ഓട്ടോബയോഗ്രഫിയുണ്ട്. പക്ഷേ നിങ്ങൾ ചിലരത് വായിച്ചു കാണും. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്, അതിമനോഹരമാണ്. അതിൻ്റെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ. അതിനകത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ അതിമനോഹരമായിട്ടാണ് സച്ചിൻ വിവരിച്ചിരിക്കുന്നത്. നമ്മളേറെ സ്പർശിക്കുന്നത് സച്ചിൻ്റെ ശൈശവ ബാല്യ കൗമാര കാലങ്ങളാണ്. സച്ചിൻ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് പോലെ ശാന്തനും സൗമ്യനും ഒന്നുമായിരുന്നില്ല ഞാൻ, മഹാകുസൃതിയായിരുന്നു. എങ്ങനെ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് എനിക്കറിയില്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തായിരുന്നു. എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും. അടിപിടി ഉണ്ടാക്കിയോ ഏതെങ്കിലും വീടിൻ്റെ വിൻഡോയുടെ ഗ്ലാസ് പൊട്ടിച്ചിട്ടോ റൂഫിൻ്റെ ടൈല് തകർത്തിട്ടോ ആയിരിക്കും ഞാൻ വരുന്നത്. പരാതിയുമായി ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. ഒത്തിരി എന്നെക്കൊണ്ട് എൻ്റെ പേരൻസ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ അപ്പ രമേശ് തെണ്ടുൽക്കർ എന്നെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചിൻ, നിനക്കൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാകാൻ ആഗ്രഹമെങ്കിൽ ഞാൻ നിന്നെ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനാക്കാം. പക്ഷേ നിൻ്റെ അപ്പ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സച്ചിൻ, വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനെന്നറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു നല്ല മനുഷ്യനെന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സച്ചിൻ അതിനകത്ത് അപ്പയുടെ വാക്കുകൾ അതുപോലെ കുറിച്ചിട്ടുണ്ട്. ഐ വുഡ് ബി ഹാപ്പിയർ ഹിയറിംഗ് പീപ്പിൾ സേ സച്ചിൻ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ദാൻ എ ഗ്രേറ്റ് ക്രിക്കറ്റർ എനി ഡേ. തുടർന്ന് സച്ചിൻ ഇങ്ങനെ പറയുകയാണ്, ഇറ്റ് എൻക്യാപ്സുലേറ്റ് മൈ ലൈഫ്സ് ഫിലോസഫി. സച്ചിൻ തുടർന്ന് പറയുന്നുണ്ട്, കളിക്കളത്തിന് നിങ്ങൾ സച്ചിനെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ്? കളിക്കളത്തിനപ്പുറം സച്ചിൻ ഒരു നല്ല മനുഷ്യനെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ നോമ്പ് നമ്മളെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധനയും അനുഷ്ഠാനവും ചടങ്ങ് പോലാകാതെ കുറച്ചുകൂടെ ഉത്തമ മനുഷ്യരാകുക, നല്ല മനുഷ്യരാകുക. മറ്റുള്ളവർ നമ്മളെപ്പറ്റി അങ്ങനെ പറയാനിടയാകട്ടെ, ഈ പരിശുദ്ധ നോമ്പിലൂടെ കുറച്ചുകൂടെ നമ്മുടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടെന്ന്. അതിന് സഹായകമാകട്ടെ നമ്മുടെ വേദ പഠനങ്ങൾ, ധ്യാനങ്ങൾ. തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നെഹമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 2 വേഴ്സ് 17, അതിൻ്റെ ബി പാർട്ട്. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുക. ലെറ്റ് us raise up and build the walls of Jerusalem to put an end to our disgrace. ദൈവജനമായ യഹൂദന്മാരുടെ പുണ്യ നഗരമാണ് യെരൂശലേം. അവരുടെ വിശ്വാസ തീഷ്ണതയുടെ പ്രതീകമാണ് യെരൂശലേം ദേവാലയം. യെരൂശലേമിനെ മറന്നുകൊണ്ട്, യെരൂശലേം ദേവാലയത്തെ മറന്നുകൊണ്ടൊരു ജീവിതം ഒരു കാലത്തും യഹൂദനുണ്ടായിരുന്നില്ല. എന്നാൽ സത്യദൈവത്തെ മറന്നതുകൊണ്ടായിരിക്കാം ദൈവം അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. BC 587 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം ആക്രമിക്കുന്നു, ദേവാലയം തകർക്കുന്നു, വിലപിടിപ്പുള്ളതെല്ലാം കൊള്ള ചെയ്യുന്നു, ദേവാലയ മതിലുകൾ തീ വെച്ച് നശിപ്പിക്കുന്നു, യഹൂദന്മാരെ അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകുന്നു. യഹൂദൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു ഇത്. അവരെന്നും വിശ്വസിച്ചിരുന്നത് അവരുടെ ദേവാലയത്തിന് ഒരു പോറൽ പോലും ഉണ്ടാകാതെ ദൈവം സംരക്ഷിക്കുമെന്നാണ്. ആ ദേവാലയമാണ് തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ വിഷമവും വേദനയുമായി. അടിമകളായി ബാബേലിൽ പോയ ഇസ്രയേൽ ജനം അടിമപ്പണി ചെയ്യുന്നതിൻ്റെ ഇടവേളകളിൽ ബാബേൽ നദികളുടെ തീരത്തിരുന്ന് യെരൂശലേമിനെ ഓർത്ത് കരയുകയാണ്, പാപത്തെ ഓർത്ത് നിലവിളിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് Psalms 137. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, യെരൂശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു, ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങൾ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. തുടർന്ന് ഇങ്ങനെ പറയുന്നു, യെരൂശലേമേ,
നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിച്ചേരട്ടെ. ബാബേൽ നദികളുടെ തീരത്തിരുന്ന് യെരൂശലേമിനെ ഓർത്ത് കരയുന്ന, പാപത്തെ ഓർത്ത് നിലവിളിക്കുന്ന ജനത്തിൻ്റെ വേദന സർവശക്തനായ ദൈവം അറിയുന്നു. ബാബേൽ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നു. പേർഷ്യൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നു. പേർഷ്യൻ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായി യഹൂദന്മാർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയാണ്. സെരുബ്ബാബേലും യോശുവയും തിരികെ വന്ന് തകർന്ന ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അതിമനോഹരമായി യെരൂശലേം ദേവാലയം പണിയുന്നു. എസ്രാ ന്യായശാസ്ത്രി തിരികെ വന്ന് മോശയുടെ പ്രമാണത്തിൽ നിന്ന് മാറി നടന്ന ജനതയെ മോശയുടെ പ്രമാണം ആവർത്തിച്ച് പഠിപ്പിച്ച് മോശയുടെ പ്രമാണത്തിൽ ജനത്തെ ഉറപ്പിക്കുന്നു. ശൂശാൻ രാജസന്നിധിയിൽ, പേർഷ്യൻ രാജസന്നിധിയിൽ പാനപാത്രവാഹകനായ യഹൂദനായ നെഹമ്യാവ്. യെരൂശലേം ദേവാലയം പണിയപ്പെട്ടുവെങ്കിലും അതിൻ്റെ ചുറ്റുമുള്ള മതിലുകൾ തീ വെച്ച് നശിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്നറിഞ്ഞ് അതീവ വേദനയിലാകുന്നു. നെഹമ്യാവിൻ്റെ ദുഃഖം മനസ്സിലാക്കിയ രാജാവ്, അവനോടേറെ ഇഷ്ടമുള്ള രാജാവ്, അവൻ്റെ താല്പര്യപ്രകാരം യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുവാൻ തക്കവണ്ണം സർവ്വസന്നാഹങ്ങളും ഒരുക്കി നെഹമ്യാവിനെ യെരൂശലേമിലേക്ക് അയക്കുകയാണ്. അങ്ങനെ യെരൂശലേമിൽ വന്ന നെഹമ്യാവ് അവിടെയുള്ള യഹൂദന്മാരെ കൂട്ടിവരുത്തി അവരോട് പറയുന്നതാണ് നമ്മുടെ ഈ ആമുഖവാക്യം: വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ വാതിലുകളെ പണിയുക. Let us raise up and build the walls and gates of Jerusalem. നെഹമ്യാ പ്രവചനം 3-ാം അധ്യായം നമ്മെ അത്യന്തം ആകർഷിക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ ആഹ്വാനപ്രകാരം യഹൂദന്മാർ യെരൂശലേമിൻ്റെ 10 വാതിലുകൾ പണിയുന്നതാണ്. ആകർഷിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതൊരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പടികളാണ്. ഓരോ വിശ്വാസിയും കടന്നു പോകേണ്ട ജീവിതത്തിൻ്റെ വഴിത്താരകളെ കൃത്യമായി കുറിച്ചിടുകയാണിത്. അങ്ങനെയെങ്കിൽ ഈ വാതിലുകൾ ഏതാണ്? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗേറ്റ്സ് ഓഫ് ജെറുസലേം. 8 മണി ആകുമ്പോഴേക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കണം. അതുകൊണ്ട് അതിൻ്റെ പഠനം നമ്മൾ എവിടെ ആകുന്നോ അവിടെ വെച്ച് നിർത്തും. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട്, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളാം. 8:5 ഞാൻ നിർത്തിക്കൊള്ളാം. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്? 3-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ വാക്യം മുഴുവൻ നിങ്ങൾ വായിക്കേണ്ട. അവിടെ പറഞ്ഞിരിക്കുന്ന ഗേറ്റ് ഏതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ പഠനത്തെ സഹായിക്കും. അതുകൊണ്ട് ഇതേറെ ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളാണല്ലോ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതും ശ്രേഷ്ഠമാക്കുന്നതും. അങ്ങനെയെങ്കിൽ ഇത് ചില ഓർമ്മപ്പെടുത്തലിന് നമ്മളെ സഹായിക്കട്ടെ. ആദ്യത്തെ വാതിൽ, ചാപ്റ്റർ 3 verse 1, ആട്ടിൻ വാതിൽ, ഷീപ്പ് ഗേറ്റ്. യെരൂശലേം ദേവാലയത്തിൻ്റെ തൊട്ടടുത്താണ് ഈ വാതിൽ. നമ്മുടെ കർത്താവായ യേശു മിശിഹ മിക്കവാറും യെരൂശലേം ദേവാലയത്തിലേക്ക് കയറിയത് ഷീപ്പ് ഗേറ്റിലൂടെയാണ്. മഹാപുരോഹിതൻ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ഈ വാതിലിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ആടുകളെ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഷീപ്പ് ഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഈ വാതിലിലൂടെ കടന്നു പോകുന്ന മഹാപുരോഹിതൻ ഹോമയാഗത്തെ യാഗമർപ്പിച്ച് ജനത്തിന് ശുദ്ധീകരണവും വീണ്ടെടുപ്പും നൽകുന്നു. അങ്ങനെയെങ്കിൽ ഷീപ്പ് ഗേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? കുഞ്ഞാടായ യേശു തമ്പുരാനാൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെടുന്നവരാണ് ഓരോ ഭക്തരും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസ്. ഞാൻ ഇത് ഓർമ്മപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. ഈ വാതിലിന് യഹൂദന്മാർ മറ്റു 3 പേരുകൾ പറയുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും. ഒന്ന്, യഹൂദന്മാർ ഈ വാതിലിന് കൊടുക്കുന്ന പേര് ഗേറ്റ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ വാതിൽ എന്നാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒരു ഹോംവർക്ക് കണക്ക് വീട്ടിൽ ചെന്ന് വായിക്കണം. ബാക്കി എല്ലാ വാതിലുകളും പണിതിട്ടങ്ങ് വെക്കുന്നതേ ഉള്ളൂ. ഈ വാതിലിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ കാരണം, ഈ വാതിലിന് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന് ലോക്കും ബാറും ഇല്ല. ബാക്കി എല്ലാ വാതിലും വെക്കുമ്പോൾ അത് ലോക്കും ബാറും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആട്ടിൻ വാതിലിന് ലോക്കും ബാറും ഇല്ല. അതിനർത്ഥം ഇതൊരിക്കലും അടച്ചിടില്ല, എപ്പോഴും തുറന്നിടുമെന്നാണ് അർത്ഥം.
ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഈ വാതിലൂടെ കയറാം. എത്ര ഇടറിപ്പോയ മനുഷ്യനും എത്ര പാളിപ്പോയ മനുഷ്യനും മഹാപുരോഹിതൻ്റെ മുൻപിൽ കുഞ്ഞാടിനെ നൽകി അവന് ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് യഹൂദൻ ഈ ഷീപ്പ് ഗേറ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ യോഗ്യതയിലല്ല, തമ്പുരാൻ്റെ കരുണയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മേഴ്സി ഗേറ്റ് എന്ന, ഗേറ്റ് ഓഫ് മേഴ്സി എന്ന് പറയുന്നത്, കരുണയുടെ വാതിലെന്ന്. ഇടറിപ്പോയ ആളിന് യാഗമർപ്പിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാം. അതുകൊണ്ട് തമ്പുരാൻ്റെ കരുണയിലാണ് നിലനിൽക്കുന്നതെന്നൊരു ബോധ്യം ഗേറ്റ് ഓഫ് മേഴ്സി ഓർമ്മപ്പെടുത്തും. പ്രിയമുള്ളവരെ, അവർ ജേർണി ബിഗിൻസ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ഓർത്തോണം, തമ്പുരാൻ്റെ കരുണയുടെ കരങ്ങളിലാണ് നമ്മൾ. ജീവിതത്തിൻ്റെ മിടുക്കും ആത്മീയതയും ജീവിത വിശുദ്ധിയാണോ നമ്മളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ കരുണയല്ലേ, ദൈവത്തിൻ്റെ കരുതലല്ലേ? കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര അത്ഭുതകരമായി അതിശയകരമായിട്ടാണ് തമ്പുരാൻ നടത്തിയത് നമ്മളെയൊക്കെ. ഇനിയൊരു ജീവിതമുണ്ടെന്ന് നമ്മൾ പോലും ചിന്തിച്ചോ? തമ്പുരാൻ്റെ കരുണയല്ലേ? ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പേരൻസിനോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ട് കാണിക്കേണ്ടത് ഫാൻറ്റസി പാർക്കുകളും കൂറ്റൻ മാളുകളും ഫുഡ് കോർട്ടുകളും ഒന്നും അല്ല. അതൊക്കെ വേണം, വേണ്ടാന്നൊന്നുമല്ല. പക്ഷെ അതിനപ്പുറം എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. ഇവിടെ എനിക്കറിയില്ല, നാട്ടിൽ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഈ ചില സമയത്തെങ്കിലും നിങ്ങൾ RCCയുടെ കുട്ടികൾ വാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. വാവിട്ട് കരഞ്ഞുകൊണ്ടല്ലാതെ ആർക്കെങ്കിലും പുറത്തിറക്കാൻ പറ്റുമോ? നേണ്ട ഒരു 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാലാണ് ആംബ്യൂട്ട് ചെയ്യുന്നത്. വേദന സഹിക്കവയ്യാതെ കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുകയാണ്. മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മമാര് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ പോലും അല്ല. ചിലർ തമ്പുരാനെ വേദന കണ്ട് സഹിക്കാൻ വയ്യ, അങ്ങ് എടുത്തോണേ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തമ്പുരാൻ്റെ കരുണയിലല്ലേ നമ്മൾ? എന്തെങ്കിലും നമ്മുടെ മിടുക്കോ ആത്മീയതയോ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ വല്ല ആണോ? ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഈ തിരിച്ചറിവുണ്ടാകണം. ഞാൻ ഇപ്പോഴിരിക്കുന്ന പള്ളിക്ക് മുൻപ് പുതിയാവ് കത്തീഡ്രൽ പള്ളിയിലാണ് ഇരുന്നത്. എന്നോടൊപ്പം മദ്ബഹായിൽ ശുശ്രൂഷിച്ചൊരു പയ്യൻ, അവനൊരു 4 വർഷം മുമ്പ് അവന് പെട്ടെന്ന് ക്രിയാറ്റിൻ ലെവലൊക്കെ ഒത്തിരി കൂടി. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൻ്റെ അമ്മയുടെ കിഡ്നിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. കോവിഡിൻ്റെയൊക്കെ സമയമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് അവൻ കുറേ നാൾ വീട്ടിൽ തന്നെ ഇരുന്നു. പ്രത്യേകിച്ച് ഏറെ ശ്രദ്ധിക്കുകയും വേണമല്ലോ. ഏതാണ്ട് ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആദ്യമായിട്ട് പുറത്തിറങ്ങി. ആദ്യമായിട്ട് വന്നത് കുപ്പായം ഇട്ടുകൊണ്ട് മദ്ബഹായിലാണ്. ഞാൻ തൂയോബോ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിജു ത്രോണോസിനോട് ചേർന്ന് വന്ന് നിന്നു. അവനിങ്ങനെ പൊട്ടിക്കരയുകയാണ്. അവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ആദ്യം പ്രസ്താവനകളല്ല നടത്തിയത്. ഞാൻ സിജുവിനെ എന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. പരിചയപ്പെടുത്തേണ്ടതല്ല, സിജുവിനെ പറ്റി പറയുകയായിരുന്നു. നിങ്ങളുടെ സിജു ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ ഒത്തിരി സഹായിച്ചു, ഒത്തിരി സപ്പോർട്ട് ചെയ്തു, ഒത്തിരി കരഞ്ഞു, അതുകൊണ്ടാണ് സിജു ഇവിടെ നിൽക്കുന്നത്. അവനങ്ങ് നിലവിളിച്ച് കരയുകയാണ്. ദൈവം കൊടുത്ത ഒരു അത്ഭുതം. ഞങ്ങളെല്ലാം സന്തോഷിച്ചു, അവനെ പ്രതി അഭിമാനിച്ചു. പക്ഷേ ഏതാണ്ടൊരു 7-8 മാസങ്ങൾക്ക് ശേഷം അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ വീണ്ടും കൂടി. കിഡ്നി റിജക്റ്റായി പോകുന്നു. മറ്റൊരു നിർവാഹവുമില്ല. കുടുംബം ആകെ തകർച്ചയിലെത്തി. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാനും എൻ്റെ കൂടെയുള്ള ജോയ്സ് അച്ഛനോടാണ് ചെന്നത്. ചെന്ന സമയത്ത് അമ്മ വാവിട്ട് കരയുകയായിരുന്നു. അമ്മ പറയുക, അച്ഛൻ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇനി എൻ്റെ ഒരു കിഡ്നി എൻ്റെ കുഞ്ഞിന് കൊടുത്തു, അതെടുത്തത് ഞാൻ കൊടുത്തേക്കാം, ഞാൻ എന്തിനാ? അവനല്ലേ ജീവിക്കേണ്ടത്. ആ സ്ത്രീയുടെ മുൻപിൽ എന്ത് പറയാനാ പ്രിയമുള്ളവരെ? പിന്നീട് തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ യാത്ര മുഴുവനും കണ്ണീർ കയമായിരുന്നു. കണ്ണീർ കയം. സഹോദരിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ ആൻറ്റിബോഡി കൂടുതലാണ്, പറ്റുന്നില്ല. ഏതാണ്ട് 1.5 വർഷമായിട്ട് വീട്ടിലും വെല്ലൂരിലുമായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി എത്ര പ്രയാസങ്ങളിലൂടെയാണെന്നറിയാവോ അവൻ കടന്നു പോകുന്നത്. ഇപ്പോൾ കെടാവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഹാർട്ടിന് പ്രോബ്ലമായി, സ്റ്റെൻറ്റ് ഇട്ടു. ഇപ്പോഴും നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, സിജു വെല്ലൂർ ഹോസ്പിറ്റലിന് കെടാവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഒരു കിഡ്നി കിട്ടാൻ വേണ്ടി. അപ്പോൾ ടെസ്റ്റുകൾ ഏതാണ്ട് 12ഓളം ടെസ്റ്റ് ഉണ്ട്. തൊട്ട് മുൻപ് ഒരു ടെസ്റ്റ് വിജയിച്ചില്ല, ശരിയായില്ല, അതുകൊണ്ട് നടന്നില്ല. വീണ്ടും വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എത്ര ബ്ലസ്ഡാ പ്രിയമുള്ളവരെ, എത്ര ബ്ലസ്ഡാ. തമ്പുരാൻ്റെ കരുണയുടെ കരങ്ങളിലാണ് ജീവിതം എന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യനും അത് മറന്നു പോകരുത്. ഈ ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായ ഒരു ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആദ്യം ഒരു സ്ലേവ് ട്രേഡർ ആയിരുന്നു.
ജീവിതത്തിന്റെ പ്രതിസന്ധി, ഒരു കപ്പൽ ഛേദത്തിന്റെ വക്കിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നിലവിളിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹം പിന്നീട് ആംഗ്ലിക്കൻ പ്രീസ്റ്റായിട്ട് മാറി. എന്നിട്ട് പിന്നെ അദ്ദേഹം എപ്പോഴും പറഞ്ഞത് ദൈവത്തിന്റെ കൃപയെ പറ്റിയാ, ദൈവത്തിന്റെ കരുണയെ പറ്റിയാ. ഒത്തിരി പാട്ടുകൾ അദ്ദേഹം എഴുതി, ഒത്തിരി പാട്ടുകൾ. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്, മരിക്കാൻ നേരത്ത് താഴ്ന്ന പിച്ചിൽ അത് പാടിയിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് പറയുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. Once I was lost, but now I'm found, was blind and now I see. ആ പറയുന്ന വാക്കോർത്തണം, അമേസിംഗ് ഗ്രേസാ. അമേസിംഗ്, അതിന്റെ മലയാളം എന്ന് പറയുന്നത് ഇങ്ങനെ പറയാം, ആശ്ചര്യമാം കൃപ. റിച്ച് എന്ന് പറഞ്ഞാൽ കീടമെന്നാ പറയുന്നത്. ദൈവം പറയുക, ഒരു കീടം കണക്കാ ജീവിതം, പക്ഷേ ആയിരിക്കുന്നത് മുഴുവനും അമേസിംഗ് ഗ്രേസാ. പ്രിയമുള്ളവരെ, അമേസിംഗ് ഗ്രേസാ. ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഹൂദന്മാർ ഈ വാതിലിന് കൊടുക്കുന്ന രണ്ടാമത്തെ പേര് ഗേറ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാ വാതിലുകളും ചുമ്മാതെ വെക്കുന്നതേ ഉള്ളൂ, പക്ഷേ ആട്ടിൻ വാതിൽ മാത്രമാണ് വെച്ചിട്ട് പ്രതിഷ്ഠിക്കുന്നത്. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളിലാണെങ്കിൽ പഴയ വഴിക്ക് പോകാൻ പറ്റില്ല, പഴയ വഴിക്ക് പോകാൻ പറ്റില്ല. ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കണം. എങ്ങനെ പ്രതിഷ്ഠിക്കണം? മൂന്നാമത് യഹൂദന്മാർ ഈ വാതിലിന് കൊടുക്കുന്ന പേര് ഗേറ്റ് ഓഫ് സാക്രിഫൈസ് എന്നാണ്, യാഗത്തിന്റെ വാതിൽ. പറയാൻ കാരണമുണ്ട്, ഈ വാതിലിലൂടെ കടന്നു പോകുന്ന ഒരു ആട്ടുകൊറ്റനും ജീവനോട് പിന്നെ വരുത്തില്ല, യാഗപീഠത്തിൽ യാഗമായി തീരുന്നു. അതുകൊണ്ട് യഹൂദന്മാർ ആട്ടിന് വാതിൽ കൊടുക്കുന്ന മൂന്നാമത്തെ പേര് ഗേറ്റ് ഓഫ് സാക്രിഫൈസ് എന്നാണ്. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളിലായിരിക്കും നമ്മൾ പ്രതിഷ്ഠിക്കണം. എങ്ങനെ പ്രതിഷ്ഠിക്കണം? ഒരു സാക്രിഫൈസ് ആകണം ജീവിതം. ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ അർത്ഥപൂരിതമായ ഒരു മീനിങ് ഫുൾ, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ജീവിതം നിലനിർത്താൻ തക്കവണ്ണം ഇവിടെയാകണം. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളിലാകുന്ന നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റുമോ? മറ്റെങ്ങും വേണ്ട പ്രിയമുള്ളവരെ. നമ്മുടെ ഏറ്റവും അടുത്ത ഇടങ്ങളിലെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട്, അർത്ഥനിർഭരമായി, മീനിങ് ഫുള്ളായിട്ട്, യൂസ്ഫുള്ളായിട്ട്, ഒരു ത്യാഗനിർഭരമായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർ അത് ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ പങ്കാളി ആഗ്രഹിക്കുന്നില്ലേ? കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വൃദ്ധരായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പള്ളികൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? പ്രായമുള്ളവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നാട്ടിൻപുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ വിഷമം തോന്നും. വൃദ്ധരായ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുക മാത്രമെന്നല്ല പറയേണ്ടത്, ചിലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുക. ഇവിടൊക്കെയാണെങ്കിൽ കെയർ ഹോമുകൾ എങ്ങനെങ്കിലും ഉണ്ടല്ലോ, നാട്ടിൽ അതുമില്ലല്ലോ. കാരണം കുറച്ച് ഭംഗിയായിട്ട് ജീവിക്കാൻ ഒരു പ്രായമാകുമ്പോൾ കഴിയും, പക്ഷെ നാട്ടിൽ അതിന് പോലും കഴിയുന്നില്ല. മക്കളെങ്ങും വിടത്തുമില്ല, മാനസികമായിട്ട് അവരെ ക്ഷമിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും. എനിക്ക് ഈ അടുത്ത സമയത്ത് ലഭിച്ച ഒരു കൊട്ടേഷനുണ്ട്, അതിങ്ങനെയാണ്: പേരൻസ് ഡു നോട്ട് നീഡ് യുവർ ടീയേഴ്സ് വെൻ ദേ ഡൈ. മരിക്കുമ്പോഴൊന്നും കരയണമെന്ന് മാതാപിതാക്കളൊന്നും ആഗ്രഹിക്കുന്നില്ല. അടുത്ത സെന്റൻസ് ആണ്: they need your love, care, hug and laughter when they still alive. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഒന്ന് സ്നേഹിക്കണമെന്ന്, അവരെ ഒന്ന് കരുതണമെന്ന്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന്, അവരുടെ മുൻപിൽ ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന്. അതിന് കഴിയാതെ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പോയി പാഴ്ശവത്തിൽ പൂമാല ചാർത്തിയിട്ട് കാര്യം എന്നതാ? നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കായി ജീവിച്ച മാതാപിതാക്കൾ, അവർ നിങ്ങളുടെ ഒരു സ്നേഹവും കരുതലും അവർ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ചില നഷ്ടപ്പെടലുകളൊക്കെ വരും, ജീവിതത്തിൽ ചില വിഷമങ്ങളൊക്കെ വരും. എല്ലാം പോയിട്ട് അവിടെ ചെന്നിട്ട് കാര്യം എന്താ? അവരത് ആഗ്രഹിക്കുന്നേ ഇല്ല. അവർ ബലഹീനരായിരിക്കുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കാൻ കഴിയുന്നെങ്കിൽ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അരുൺ ഷൂറി. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ട് കാണുമായിരിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ എന്ന പത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, അനേക പുസ്തകങ്ങളുടെ ഓതറായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തീരുന്നില്ല, രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച മനുഷ്യനാണ്. വാജ്പേയി മിനിസ്ട്രിയിലെ HR മിനിസ്റ്ററായിരുന്നു. ഏതായെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഇത്രയും വലിയൊരു പ്രഗത്ഭനായ മനുഷ്യൻ, അതുപോലുള്ള ഒരു ചുരുക്കമാണ് ഭാരതത്തിൽ. പക്ഷെ അദ്ദേഹത്തെ പറ്റി അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പേരങ്ങ് മറന്നുപോയി, അവർ തളർന്നു കിടക്കുക. ഏക മകൻ ആദിത്യ ഏതാണ്ട് ഇപ്പോഴാണ്ട് 50-51 വയസ്സുണ്ട്, സെറിബ്രൽ പാൾസി ബാധിച്ചിരിക്കുകയാണ്. അവരെ നോക്കുന്ന ആരാന്നറിയാമോ? നമ്മൾ കണ്ണു നിറഞ്ഞു പോകും. തളർന്നു കിടക്കുന്ന ഭാര്യയും സെറിബ്രൽ പാൾസി വന്ന 50ഓളം വയസ്സുള്ള മകനെയും അപ്പൻ
അരുൺ ഷൂറിയാണ് നോക്കുന്നത്. മറ്റാരും ജോലിക്കാരെ ഒന്നും അധികം ഏർപ്പെടുത്തിയിട്ടില്ല. ഒരിക്കൽ ഒരു ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നു. ചെന്ന സമയത്ത് അരുൺ ഷൂറി വീൽ ചെയറിൽ ഇരിക്കുന്ന ഇങ്ങനെ സെറിബ്രൽ പാൾസി ബാധിച്ച മകനെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് വെച്ചിട്ട് ഷേവ് ചെയ്ത് കൊടുക്കുക. ജേർണലിസ്റ്റ് ഞെട്ടിപ്പോയി. ആരെങ്കിലുമൊക്കെ വെച്ച് ചെയ്യിക്കാറുന്നില്ലേ, പ്രായമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ജേർണലിസ്റ്റ് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ചോദിച്ചു, സാർ ഇത് ചെയ്യുമ്പോഴെന്താ തോന്നുന്നത്? അരുൺ ഷൂറി പറഞ്ഞു, ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചലഞ്ച് ചെയ്യുകയല്ലേ ഈ മനുഷ്യൻ ചലഞ്ച് ചെയ്യുകയല്ലേ? പലതും ബാധ്യതകളെന്ന് കണ്ട് നമ്മൾ തള്ളി മാറ്റിക്കളയുകയല്ലേ, ഒഴിവാക്കി വിടുകയല്ലേ? നമുക്ക് നമ്മുടെ കാര്യം മാത്രം, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളൊരു ജീവിതം നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ജീവിതം ഈ നോമ്പിൽ തമ്പുരാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ വാതിൽ, മൂന്നാമത്തെ വാക്യം, മീൻവാതിൽ, ഫിഷ് ഗേറ്റ്. ഗലീല കടൽ പിടിക്കുന്ന മത്സ്യം ഈ വാതിലൂടെ കൊണ്ടുവന്നതാണ് ഫിഷ് ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തമ്പുരാൻ കർത്താവ് ഈ ഗലീല കടലിൻ്റെ തീരത്ത് വെച്ചാണ് മുക്കുവന്മാരെ പ്രിയ അജഗണങ്ങളായിട്ട് വേർതിരിച്ചത്. അവരോട് പറഞ്ഞു, ഐ വിൽ മേക്ക് യു ബിക്കം ദ ഫിഷേഴ്സ് ഓഫ് മെൻ, നോട്ട് ഫിഷർമെൻ. നിങ്ങൾ ഇനി മത്സ്യത്തെ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാണെന്ന്. മുക്കുവന്മാർ തമ്പുരാൻ കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോഴത്തേക്ക് വള്ളവും മലയൊക്കെ ഉപേക്ഷിച്ച് അവൻ്റെ പിറകാലെ നടക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പം ചേർന്ന് നിൽക്കുന്നു, അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുന്നു, അവന് വേണ്ടി ജീവിക്കുന്നു, പ്രഘോഷിക്കുന്നു, അവന് വേണ്ടി കഷ്ടപ്പെടുന്നു, അവന് വേണ്ടി മരിക്കുന്നു. എന്തൊരു മാറ്റമാണ്! ഈ ഷീപ്പ് ഗേറ്റ് ഇന്നർ സർക്കിളിൽ ക്വാളിറ്റിയോട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഫിഷ് ഗേറ്റ് ഔട്ടർ സർക്കിളിൽ ജീവിതം വിറ്റ്നസ് ആകണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഫിഷിന് ഗ്രീക്കിലുള്ള പേര് ഇക്തൂസ് എന്നാണ്. 5 ഗ്രീക്ക് വാക്കുകൾ ചേരുന്ന അതിൻ്റെ ആദ്യ ആൽഫബറ്റ്സ് ഇക്തൂസ്. ഈസൂസ്, ക്രിസ്റ്റോസ്, തെയോസ്, ഹുയോസ്, സൊറ്റീർ. യേശു, ക്രിസ്തു, ദൈവം, പിന്നെ ഈസൂസ്, ക്രിസ്റ്റൂസ്, തെയോസ്, ഹുയോസ്, ഹോളി, പിന്നെ സേവിയർ. ഈ 5 വാക്കുകളുടെ ആദ്യത്തെ ആൽഫബറ്റ്സ് ചേരുന്നതാണ് ഇക്തൂസ്, ഫിഷ്. പെർസിക്യൂഷൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു ഫിഷിൻ്റെ പടം വരച്ചിട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിറ്റ്നസിനെ ഓർമ്മപ്പെടുത്തുക, സാക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുക. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? ഇത് നിങ്ങളുടെ ഇന്നർ സർക്കിളിൽ ക്വാളിറ്റിയോട് ജീവിച്ചാൽ മാത്രം പോരാ. അങ്ങനെ ക്വാളിറ്റിയോട് ജീവിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഔട്ടർ സർക്കിളിൽ നിങ്ങളുടെ ജീവിതം വിറ്റ്നസ്, സാക്ഷ്യമായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്കൊരു സാക്ഷ്യ ജീവിതം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവർ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷേഴ്സ് ഓഫ് മെൻ ആൻഡ് ഫിഷർമെൻ? അതിൻ്റെ വ്യത്യാസം എന്താ? ഫിഷർമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷനാ. ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ കോളാ. ഫിഷർമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫർ ലെവലിലാണ്. ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് റൂട്ടഡാ. ഏത് ജീവിതത്തിലും ഈ 2 സാധ്യതകളുണ്ട്. ഒരു പ്രൊഫഷൻ കണക്കങ്ങ് ജീവിക്കാം ഏതിടങ്ങളിലും. പക്ഷേ ചിലയിടങ്ങളിൽ ഒരു ഡിവൈൻ കോള് കണക്ക് നമുക്ക് ജീവിക്കാം. ചിലപ്പോൾ ഞങ്ങൾ ചില അച്ഛന്മാരെ പറ്റി നിങ്ങൾ പറയത്തില്ലേ, ഒരു പ്രൊഫഷൻ കണക്ക് മാത്രം, അതിനപ്പുറം ഒന്നുമില്ലെന്ന്. എന്നാൽ നമ്മളിൽ ചിലർ ഒരു സാധാരണ ചില മനുഷ്യരെ പറ്റി പറയുന്നില്ലേ, എന്തോ ഹൃദയത്തെ തൊടുന്ന മനുഷ്യനാന്ന്. ചില മനുഷ്യരെ പറ്റി ഏത് പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, ഏതിലും ഈ 2 സാധ്യതകളുണ്ട്. കേവലം ഒരു പ്രൊഫഷനാക്കി മാറ്റാം, ഒരു ഡിവൈൻ കോളാക്കി മാറ്റാം. നേഴ്സാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിലോ, ഡോക്ടറാണെങ്കിലോ, ഏത് ജോലിയിലായിരുന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിനെ ഒരു പ്രൊഫഷൻ മാത്രമാക്കാം. അപ്പുറം ഒരു ഡിവൈൻ കോള് നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബോബിയച്ചന് കോട്ടയത്തുള്ള ഒരു ചെരുപ്പൂത്തിയെ പറ്റി പറയുന്നുണ്ട്. ചെരുപ്പൂത്തിയും ബോബിയച്ചനും തമ്മിൽ നല്ല ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുക. അപ്പം ബോബിയച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കൽ അയാൾ എൻ്റെ അടുക്ക പറഞ്ഞു, ബോബി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളരെ ഫ്രണ്ട്സാ. അങ്ങനെ ബോബിയച്ചൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ബോബി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ തുന്നിക്കെട്ടുന്ന ഓരോ ചെരുപ്പും അതൊരു ഹാർട്ട് തുന്നിക്കെട്ടുന്ന ഏകാഗ്രതയോടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഹാർട്ട് തുന്നിക്കെട്ടുന്ന ഏകാഗ്രതയോട്. ബോബിയച്ചൻ പറയുക, അത് കേട്ടപ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞു പോയെന്ന്. ഒരാൾ എത്ര സിൻസിയറായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡിവൈൻ കോൾ വെളിവാക്കുന്നത്. ഡിവൈൻ കോൾ. നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളിലൂടെ ഒരാളെങ്കിലും ക്രിസ്തുവിനെ കണ്ടെത്താൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടോ? ഏത് മേഖലകളിലായിക്കൊള്ളട്ടെ. ഒത്തിരി ഒന്നും ചെയ്യേണ്ട പ്രിയമുള്ളവരെ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
തൃശ്ശൂർ പിതാവിൻ്റെ അടുക്കൽ ഒരു ദാമോദരൻ പിള്ളയെന്ന്, പിതാവ് എനിക്ക് ക്രിസ്ത്യാനിയാകണം. പിതാവ് ചോദിച്ചു, ഞങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസം, ആരാധന, അനുഷ്ഠാനം വല്ലതും അറിയാമോ? പിതാവ് എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇയാൾ എന്തിനാ വന്നത്? എനിക്കൊരു ചാക്കോച്ചനെ അറിയാം, അയാളുടെ വിശ്വാസം സ്വീകരിക്കാനാണ് വന്നത്. ചാക്കോച്ചനോ? അയാളുടെ വിശ്വാസമോ? എന്നതാ കാര്യം? പിതാവേ, ഞാനും ചാക്കോച്ചനും ഉറ്റ സുഹൃത്തുക്കളാ, അയൽക്കാരാ, കൃഷിക്കാരാ. കൃഷി ചെയ്ത് ഞാൻ മുടിഞ്ഞുപോയി. ആ സമയത്ത് ചാക്കോച്ചൻ അയാളുടെ നിലത്ത് വിത്ത് വിതച്ച സമയത്ത് എൻ്റെ നിലത്തും വിത്ത് വിതച്ചു. ഞാൻ വിചാരിച്ചു, നാട്ടിൽ ഈ പാട്ടമെന്നുള്ള നിങ്ങൾ കേട്ടിട്ടില്ലേ, പാട്ടം കണക്ക് ചെയ്തതായിരിക്കാമെന്ന്. വിളവെടുക്കുമ്പോൾ ഒരു പങ്ക് ആരാണോ നിലത്തിൻ്റെ ഉടമ അയാൾക്കും കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും ഒരു ഓഹരി കിട്ടുന്നെങ്കിൽ അത്ര ആയിക്കൊള്ളട്ടെ, അയാൾ വിതച്ചോട്ടെ, അയാൾ എൻ്റെ സ്നേഹിതനല്ലേ, പറഞ്ഞില്ലെങ്കിൽ പോലും അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കൊയ്യാൻ നേരത്ത് ചാക്കോച്ചൻ അയാളുടെ വയൽ മാത്രം കൊയ്തു. എന്നിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, എടാ നിൻ്റെ വയൽ വിളഞ്ഞു കിടക്കുക, നീ എന്താ കൊയ്യാത്തേ? ഞാൻ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെ എൻ്റെ വയലാകുന്നത്? നിലമൊരുക്കിയത് നീ, വിത്ത് വിതച്ചത് നീ, കളപറിച്ചത് നീ, വളർത്തിയത് നീ, കൊയ്യാറാക്കിയത് നീ, കൊയ്തെടുക്കേണ്ടത് നീയല്ലേ? ചാക്കോച്ചൻ എൻ്റെ അടുക്ക് പറഞ്ഞു, എന്നതാടാ നീ പറയുന്നേ? ഞാനും നീ ഉറ്റ സുഹൃത്തുക്കളല്ലേ? ഞാനവിടെ വിതച്ചെന്നേ ഉള്ളൂ, കൊയ്യേണ്ടത് നിന്റെ അവകാശവും അധികാരവുമാ. പിതാവ്, എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, ഇതാരാ നിന്നെ പഠിപ്പിച്ചത്? ചാക്കോച്ചൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതാന്ന്, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതാന്ന്. നായർ തറവാട്ടുകാരൻ ദാമോദരൻ പിള്ള തൃശ്ശൂർ പിതാവിൻ്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട്, കത്തോലിക്കാ സഭയുടെ തൃശ്ശൂർ പിതാവിൻ്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറയുക, പിതാവേ, നിങ്ങളുടെ മതത്തിൻ്റെ ആരാധന അനുഷ്ഠാനം ഒന്നും എനിക്കറിയില്ല, എനിക്കൊരു ചാക്കോച്ചനെ അറിയാം, അയാളുടെ വിശ്വാസം സ്വീകരിക്കാനാ വന്നത്. ഇതാണ് സാക്ഷ്യം, ഇതാകണം സാക്ഷ്യം. 6-ാം വാക്യം, പഴയ വാതിൽ, ഓൾഡ് ഗേറ്റ്, ദ ഓൾഡസ്റ്റ് ഗേറ്റ് ഓഫ് ജെറുസലേമാ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതാ. ഇതിലൂടെ കയറാൻ ആരും ഇഷ്ടപ്പെടാറില്ല. നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പഴയ വാതിലൂടെ കയറിയേ പറ്റുകയുള്ളൂ. പഴയത് ആർക്കാ വേണ്ടത്? നമ്മളെല്ലാം പുതുമ നേടുന്നവരല്ലേ, നമ്മളെല്ലാം പുതുക്കത്തിന് വേണ്ടി ഓടി നടക്കുന്നവരല്ലേ, പഴയതെല്ലാം പുറം കാലുകൊണ്ട് തട്ടിമാറ്റുന്നവരല്ലേ നമ്മൾ ആലോചിച്ച് നോക്കി. എല്ലാ രീതിയിലും ലോകം മാറിക്കൊണ്ടിരിക്കുക. എന്തൊരു സ്പീഡാ ലോകം, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. പണ്ട് കാലങ്ങളിൽ ലോകത്തൊരു മാറ്റം ഉണ്ടാകാൻ വർഷങ്ങൾ വേണം, മാസങ്ങൾ വേണം. ഇന്ന് നിങ്ങളൊന്ന് കണ്ണ് തുറന്നിട്ടൊന്ന് അടച്ചു നോക്കി, നിങ്ങൾ കണ്ട ലോകമല്ല, ലോകം മാറിയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തോരു മാറ്റമാണ്. എന്താ ബ്ലോക്ക് ചെയിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പെർപ്ലക്സിറ്റിയും ഗൂഗിൾ ജെമിനിയും ഇവിടെയൊക്കെ ലോകമാണ്. എന്തോ ഒരു മാറ്റമാ. വെർച്വൽ റിയാലിറ്റിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റും ഒക്കെ മാറിയിട്ട് ഇപ്പോഴ് 6G വരാൻ പോവുക. ഇനിയും പ്രസംഗം കേൾക്കാൻ നിങ്ങളിവിടെ വരണ്ട, ഇതിനേക്കാൾ മികവാർന്ന രീതിയിൽ 6 ഡയമെൻഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യാം. അത്രമാത്രം ലോകം അഡ്വാൻസ്ഡ് ആകുക. 10 വർഷം കഴിയുമ്പോൾ ലോകത്തിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശരിക്കും അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി മാറിയിരിക്കും. അത്ര സ്പീഡാ ലോകം, അതിവേഗം നീങ്ങുക. സയൻസ് ആൻഡ് ടെക്നോളജി കയ്യിൽ പിടിക്കാൻ പറ്റാത്തവണ്ണം അത്ര വേഗത്തിലാണ്. അതുമാത്രമല്ലല്ലോ, എല്ലാം മാറുന്നില്ലേ, നമ്മുടെ ഫുഡ് ഹാബിറ്റൊക്കെ മാറുന്നില്ലേ. പണ്ട് വീടുകൾ കഴിച്ചവർ ഇപ്പോൾ ഹോട്ടലുകളിലേ കഴിക്കുകയുള്ളൂ. നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ ഇവിടെ ഓരോ റെസ്റ്റോറൻറ്റുകളിൽ പോവുക. അമ്മയുടെ ആഹാരം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആർക്കാ ഇഷ്ടം? എത്ര രുചികരമായിട്ട് വെച്ച് കൊടുത്താലും അത് വേണ്ട, റെസ്റ്റോറൻറ്റിലെ ഫുഡിലാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അമ്മ നാവിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നോക്കുന്നത്, അമ്മ കുഞ്ഞിൻ്റെ വയറൂടാണ് നോക്കുന്നത്. പ്രിസർവേറ്റീവും കെമിക്കൽസും ഒക്കെയാണ് ഒരുപക്ഷെ ഇവിടെ വ്യത്യസ്തമായിരിക്കാം. സാധാരണ നാട്ടിൻപുറങ്ങളിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഫുഡ് ഹാബിറ്റ് നമ്മുടെ മാറി, ഡ്രസ് കോഡ് മാറിയില്ലേ. ഏത് ഡ്രസ്സും നല്ലതാണ്, പക്ഷെ അതിനൊരു കുലീനത വേണ്ടേ. പള്ളി വരുമ്പോൾ അതിനൊരു ചിട്ട വേണ്ടേ. ഒരു ബോഡി ഷെയ്മിങ് ഒന്നും നടത്താൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിലും നമുക്ക് ഒരു ഡ്രസ് കോഡ് അനിവാര്യമാണ് പള്ളി വരുമ്പോൾ. ഒരിക്കൽ പള്ളി വന്നപ്പോൾ ഒരുത്തൻ്റെ ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുക, ഐ ആം ക്രേസി. ഒന്നാലോചിച്ച് നോക്കിയേ. ഇന്ന് ചിലപ്പോഴേ ഒന്നും പറയല്ലേ, ഈ ചിലപ്പോഴ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്ന് അറിയത്തില്ല. ഇന്ന് ആൺകുട്ടികളുടെയൊക്കെ ഭാവം മാറി, തലമുടിയൊക്കെ നീട്ടി വളർത്തി സ്ലൈഡൊക്കെ കുത്തി. ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ ഇങ്ങനെ സ്ലൈഡൊക്കെ കുത്തി വന്നോണ്ട് ഞാൻ ചോദിച്ചു, എടാ ബോ ഇല്ലയോ, കളിയാക്കി ചോദിച്ചതാ, ബോ ഇല്ലയോ എന്ന് ചോദിച്ചു. അച്ഛൻ മറന്നുപോയി എടുക്കാനെന്ന്. നമ്മുടെ ഡ്രസ് കോഡൊക്കെ മാറുക.
ഏത് ഡ്രസ്സും ധരിച്ചു. പക്ഷേ കുറച്ചുകൂടെ കുലീനതയോടെ വേണ്ടേ? അച്ഛന്മാർക്കൊക്കെ ഇപ്പം ഞങ്ങൾക്ക് നാണക്കേടാ, ഞങ്ങളെക്കാൾ വലിയ താടിയൊക്കെയാണ് ഇന്ന്. തടിയിൽ ഒരു കെട്ടുമൊക്കെ ഇട്ടാ, മുടിയൊക്കെ നീട്ടി വളർത്തി. ശരിയല്ലേ? പോട്ടെ, ഞാനിത് യാദൃച്ഛിക പറഞ്ഞതേ ഉള്ളൂ. എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യബന്ധങ്ങൾ മാറിയാലോ, പരസ്പരം ആദരവില്ലാതായാലോ അതൊരു അപകട സൂചനയാണ്. ഇന്നിൻ്റെ കുഴപ്പം അതാ. ആർക്കാരോട് ആദരവുള്ളത്? പഴയ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയല്ലേ? പണ്ട് കാലങ്ങളിൽ നാട്ടുമ്പുറത്തെ കാര്യം, പള്ളിയിലൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യർ വന്നു കഴിഞ്ഞാൽ ആളുകൾ കോറസോടെ എഴുന്നേക്കും. ഇന്ന് ആലോചിച്ച് നോക്കിയാണ്, പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ അതുവരെയും കൊച്ചു വർത്താനം പറഞ്ഞ് മൊബൈലിൽ കളിച്ചിരിക്കുന്ന ആളുകൾ കിഴക്കോട്ട് തിരിഞ്ഞ് കയ്യും കൂപ്പിയ ഒരു പ്രാർത്ഥനയാണ്, അല്ലെ സീറ്റ് കൊടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അടുക്കലൊരു പ്രായമുള്ളൊരു സാറ് പറഞ്ഞു, അച്ഛൻ ഞാൻ പള്ളി പൊതുയോഗത്തിലൊന്നും വരുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എന്താ? അച്ഛൻ എൻ്റെ കൊച്ചുമോൻ്റെ പ്രായമില്ലാത്ത ആളാ ആവശ്യമില്ലാത്ത വർത്താനം പൊതുയോഗത്തിൽ എന്നോട് പറഞ്ഞത്, ഞാൻ വരില്ല അച്ഛാ. ആർക്കാരോട് ആദരവിന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു അച്ഛൻ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്, അച്ഛൻ കയറിയപ്പോഴത്തേക്ക് ഒരു സീറ്റിൽ നിന്ന് ഒരു കൊച്ചനെ എഴുന്നേറ്റു. അച്ഛന് വലിയ സന്തോഷമായി. ദൈവമേ, ഇതുപോലുള്ള കൊച്ചുങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇത്രയും നല്ല കൊച്ചനെ എഴുന്നേൽപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ അവനെ പിടിച്ചിരുത്തി. വീണ്ടും അവൻ ചാടി എഴുന്നേറ്റു. അച്ഛൻ വീണ്ടും പിടിച്ചിരുത്തി. മൂന്നാമതും ചാടി എഴുന്നേറ്റു. അച്ഛൻ വീണ്ടും ഇരുത്താനായിട്ട് വേണം. ചെറുക്കൻ പറഞ്ഞു, ഇങ്ങനെ ഏത് മനുഷ്യനാ, എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ആദരവെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ഇരുന്ന ഒരു കൊച്ചു പള്ളിയിലാണ്. അപ്പം 26 വയസ്സ് ആയപ്പോഴാണ് ഞാൻ അച്ഛനായത്. അവിടെ ചെന്നപ്പോഴും ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എന്നെ കാണുമ്പോൾ എഴുന്നേക്കും. 10-90 വയസ്സോളം ഉണ്ട്. നമ്മുടെ മേലങ്ങ് പെരുക്കാൻ തുടങ്ങും. കാരണം ആ മനുഷ്യൻ്റെ കൊച്ചുമോൻ്റെ പ്രായമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ച അങ്ങനെ എഴുന്നേക്കരുത്, വിഷമമാണ്, പ്രയാസപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയാലും ആ മനുഷ്യൻ വീണ്ടും എഴുന്നേക്കും. പ്രിയമുള്ളവരെ, അതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ ബഹുമാനിക്കണമെന്ന് വെച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ. ഒരു മാവേലിക്കര ഭദ്രാസനത്തിലെ കിഴക്കുള്ളൊരു പള്ളിയിൽ കുർബാന കഴിഞ്ഞു, ധൂപാർപ്പണത്തിനായിട്ട് സെമിട്രിയിലേക്ക് പോകുന്നു. ആ സെമിട്രിയുടെ അപ്പുറം ഇപ്പുറം ഒരു അരമതിലുണ്ട്. 10th-ലോ 12th-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. ഞാൻ ചെന്ന സമയം കാലും വെച്ച് മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അകത്തോട്ട് പോയി കയറിയപ്പോഴത്തേക്ക് എന്നെ കണ്ടമട്ട് കാണിച്ചില്ല. കാലത്തിൻ്റെ മാറ്റമാണ്. ഈ ശീലങ്ങൾ മറ്റൊരിടത്തുനിന്നുമല്ല, വീട്ടിൽ നിന്നുണ്ടാകേണ്ടതാണ്. നിങ്ങൾ ചിലപ്പം പറയുമല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മുറി കയറ്റാൻ അവർ സമ്മതിക്കത്തില്ലെന്ന്. എന്തുകൊണ്ടാ? നിങ്ങൾ ശീലിപ്പിക്കുന്നതാ. പരസ്പരം ആദരവില്ലാത്തൊരു സമൂഹത്തിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, പോട്ടെ, ആദരവ് പോട്ടെ, നമ്മുടെ ഈ പൈതൃക വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ റിഫർമേഷൻ അല്ല, അതിന് കഴിഞ്ഞിട്ട് പെന്തിക്കോസ്ത് പോലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത് 10-200 വർഷമാണ് പരമാവധി ആയത്. ന്യൂജൻ സഭകൾ ഉണ്ടായതിന് 10-20 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് സിറിയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു, സുറിയാനി ക്രിസ്ത്യാനികൾ. ആലോചിച്ച് നോക്കി, അവർ ഈ പൈതൃകമായ വിശ്വാസം വിട്ടൊരിടത്തും പോയിട്ടില്ല. നമ്മുടെ അത്രയും വേദപുസ്തകം അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും വാചാ പ്രാർത്ഥന അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു, നമ്മുടെ അത്രയും സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. കൂട്ടുകുടുംബങ്ങളായിരുന്നു. നമ്മളിത് ന്യൂക്ലിയർ ഫാമിലിയൊക്കെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൻ്റെ കണ്ണീർ കയങ്ങളുടെ നടുവിലും അവർ ഈ സഭയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്കുള്ള കർത്താവും കൃപ നിറഞ്ഞ മറിയാമും കുമ്പിടിയിലും യാമപ്രാർത്ഥനയായിരുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പോലും അവർ ഉപയോഗിച്ച് അതിനെ അതിജീവിച്ചത്. പക്ഷേ ഇന്നോ നമുക്ക് അവരുമായിട്ട് നോക്കുമ്പോൾ എത്ര സേഫാ. എന്നിട്ട് ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോഴത്തേക്ക്, അയ്യോ ഈ സഭയിലാണോ നിലനിൽക്കുന്നത്, ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അതെന്തൊരു ആത്മീയതയാണ്, എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, അന്നൊന്നും ഇങ്ങനെ മറ്റൊരു സഭയിലേക്ക് പോകാൻ തക്കവണ്ണം സാധ്യതകൾ പോലും ഇല്ലാതിരുന്ന ഒരു പുരാതന കാലം. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അവരെ ബലപ്പെടുത്തിയത് ഈ സഭയുടെ വിശ്വാസമായിരുന്നു. ഇന്നോ നമുക്കെല്ലാം അറിയാം, എന്നിട്ട് നമ്മൾ ഈ വിശ്വാസത്തെ സംശയിക്കുക, അവിടെ ഇവിടെയും പോവുക. ഇതെന്തൊരു വിശ്വാസമാണ്. എൻ്റെ വീടിൻ്റെ അടുക്കൽ ക്യാൻസർ ബാധിതയായ ഒരു ആൻറ്റി വർഷങ്ങൾക്ക് മുൻപ് പെന്തിക്കോസിൽ പോയ ആളാണ്. അപ്പം ഞാനും എൻ്റെ വൈഫൂടെ സന്ധ്യാസമയത്ത് ആ ആൻറ്റിയെ കാണാനായിട്ട് പോയി. അപ്പോഴേ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥന നടക്കുക. ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് കേട്ട പ്രാർത്ഥന, ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനിക്ക് നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്ന് തിരുമുൻപിൽ നിൽപ്പാൻ എനിക്ക് നൽകണം. ഞാൻ ഞെട്ടിപ്പോയി. പെന്തിക്കോസ് വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള കർത്താവ് വരുന്നു.
പ്രാർത്ഥന തീരുന്നവരെ നിന്നു. ബെല്ലടിച്ചു. അങ്കിള് കതവ് തുറന്നു. ആൻറ്റി എടുക്ക് കൊണ്ടുചെന്നു. ഞാൻ ആദ്യം ചോദിച്ച രോഗവിവരമല്ല, ആൻറ്റി തിരിച്ചിങ്ങി വരാനുള്ള പ്ലാനാന്ന് തോന്നുന്നല്ലോ എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് എന്താ പെന്തിക്കോസ് വിശ്വാസത്തിൽ പോയതാ. ആൻറ്റി പറഞ്ഞില്ലച്ചാ തിരിച്ചു വരുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കുള്ള കർത്താവെ കേട്ടല്ലോ. അച്ഛൻ അറിയരുത്, എനിക്ക് ക്യാൻസറാ, തീരെ വയ്യ, നല്ല വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എനിക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടാണ് കിടക്കുന്നത്. ഉറക്കമൊന്നും കിട്ടുന്നില്ല. അപ്പോഴൊരു ദിവസം എൻ്റെ അപ്പ പണ്ട് എൻ്റെ അടുക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. കുഞ്ഞെ, നിനക്ക് ഒത്തിരി വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോഴും, അസ്വസ്ഥതയൊക്കെ വരുമ്പോഴും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലണം. അത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ഞാനത് ചൊല്ലി അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് കിടക്കുന്നതിന് മുൻപ് ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഒരു പെന്തിക്കോസുകാർ പറയുക, ഒരു പെന്തിക്കോസ് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ പറയുക, നമ്മളോ മാത്തമലന്നെന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ ഒരു സ്പിരിച്വലാണ് എനിക്ക് പുറമേ കാണുമ്പോൾ തോന്നുന്നത്. അകമേ എനിക്ക് അറിയില്ലേ, പക്ഷേ പുറമേ എനിക്ക് എങ്ങനെ തോന്നുന്നുണ്ട്. നമുക്കൊരു പഴയ വാതിലൂടെ പോകണ്ടേ, ആ മൂല്യങ്ങളുള്ള പൈതൃക വിശ്വാസമുള്ള. ഇതൊന്നും വേണ്ടാന്നില്ല, ഇതെല്ലാം പഴഞ്ചനാന്നാണ് നമ്മൾ പറയുന്നത്. പോയേ പറ്റുകയുള്ളല്ലോ നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകാൻ. 4-ാമത്തെ വാതിൽ, 13-ാമത്തെ വാതിൽ, വേഴ്സ് 13, താഴ്വര വാതിൽ, വാലി ഗേറ്റ്. ഈ വാതിൽ ഹിന്നോൻ താഴ്വരയിലേക്കാണ് തുറക്കുന്നത്. മണ്ണൊലിപ്പ് മൂലം ആഴത്തിലും ദൂരത്തിലും ഉണ്ടായ താഴ്വരയാണ്, വാലിയാണ് ഹിന്നോൻ താഴ്വര. കുറ്റക്കൂരിരുട്ടാണ്. ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ വഴി തെറ്റിപ്പോകും, ചുവടുകൾ ഇടറിപ്പോകും, ഒറ്റപ്പെട്ടു പോകും, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും, അന്ധകാരമാണ് മുൻപിൽ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വളർച്ചയുടെയും നേട്ടത്തിൻ്റെയും കുന്നുകൾ മാത്രമല്ല, സഹനങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗങ്ങളുടെയും താഴ്വര കൂടെയാണ്. എല്ലാ മനുഷ്യനും ഇതിലൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളല്ലോ ഈ താഴ്വര വാതിൽ, വാലി ഗേറ്റ്. വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ആരുടെയും ജീവിതം അറിയാഞ്ഞിട്ടാന്നേ. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്കോട്ടും ചെന്ന് നോക്ക്. ഓരോ മനുഷ്യർക്കും അവർക്ക് അവരവരുടേതായ താഴ്വരയുണ്ട്. ഒന്നെങ്കിൽ മക്കളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതിൻ്റെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ താഴ്വരകളുണ്ട്. അഥവാ ഇല്ലെങ്കിൽ അഭിമാനിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വാലി ഗേറ്റിലൂടെ ഓരോ ക്രിസ്ത്യാനിയും പോയേ മതിയാകുള്ളൂ. പണ്ട് ഈ വാലി ഗേറ്റൊന്നും നമുക്ക് പ്രശ്നമല്ലായിരുന്നു. കാരണം പ്രശ്നങ്ങളുള്ളപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. ഒരു മനുഷ്യനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു ഭർത്താവ് ഡോക്ടറെ അടുക്ക പോയി ടെസ്റ്റുകളെല്ലാം നടത്തി ക്യാൻസർ ആണെന്ന് പറഞ്ഞു. തകർന്ന ഹൃദയത്തോട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഭാര്യ പറയുക, എന്തിനാ മനുഷ്യ വിഷമിക്കുന്നത്, ഞാനില്ലേ കൂടെ. ആ മനുഷ്യൻ്റെ രോഗമൊന്നും മാറിയിട്ടില്ല, പക്ഷേ രോഗം മാറിയ പോയി ഫീലിങ്ങാണ്. കുഞ്ഞുങ്ങൾ പറയുക, അപ്പാ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നില്ലേ അപ്പാ, എന്തിനാ അപ്പാ പ്രയാസപ്പെടുന്നേ. അപ്പന് പിന്നെ രോഗത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. ഭാര്യയും മക്കളും ഇങ്ങനെ ചേർന്ന് നിൽക്കുക, ഇങ്ങനെ ചങ്ക ആയിട്ട് നിൽക്കുക. പിന്നെങ്ങനെ പ്രയാസം വരുന്നത്? എല്ലാം മാറി. നിങ്ങളുടെ സാമ്പത്തികമായിട്ടൊരു പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നിരാശയോട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ഫോൺ വിളിച്ച് പറയുക, എന്തിനാടാ പൊട്ട വിഷമിക്കുന്നത്, ഞാനില്ലേ കൂടെ. അയാൾ പണം തന്നുപോലുമില്ല, പക്ഷെ നിങ്ങളുടെ ടെൻഷൻ അപ്പാടെ പോകും. ഒരു രോഗമോ വിഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മീയ കൂട്ടത്തിലുള്ള ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയുക, എടി എന്തിനാടി, ഞങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയല്ലേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്, തീർന്നില്ലേ നമ്മുടെ പ്രശ്നം. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങുക. ചില സമയത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ പങ്കാളി മനസ്സിലാക്കുന്നില്ല. ചിലയിടങ്ങളിലായിരിക്കാം മക്കൾ വഴിമാറി നടക്കുമായിരിക്കും, മാതാപിതാക്കൾ കുറ്റപ്പെടുത്തും. നമുക്ക് ആത്മീക ബലം തരുമെന്ന് പറയുന്ന ആത്മീയ സമൂഹത്തിലെ ചിലർ തന്നെ അടക്കം പറയും, എങ്ങനെ വരാതിരിക്കും, കയ്യിലിരിപ്പാന്ന് പറയും. പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടക്കവും പറയും. എങ്ങനെ നമ്മളതിനെ ഫേസ് ചെയ്യും? തകർന്നു പോകില്ലേ?
വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന പുസ്തകം അയ്യോബിൻ്റെ പുസ്തകം. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നു പോയൊരു മനുഷ്യൻ്റെ കഥ കൊണ്ടല്ല, മറിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന, മനസ്സിലാകാൻ ആരുമില്ലാത്തൊരു മനുഷ്യൻ്റെ ആത്മഗതം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാളുടെ നഷ്ടപ്പെടലുകളിലൊക്കെ അയ്യോബ് 100-ലാണ് നിന്നത്. ഇല്ല, എല്ലാം പോയില്ലേ? അപ്പോഴയാൾ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഭാര്യ പറഞ്ഞപ്പോഴും പറഞ്ഞു, പൊട്ടി പറയുന്ന പോലെ പറയാടി എന്ന് പറഞ്ഞ ആളാ. പക്ഷെ യോബിന്റെ ചങ്കുലച്ചു പോയത് എപ്പോഴാണെന്നറിയാവോ? യോബിന് ഏറ്റവും വലിയ ബലം 3 സ്നേഹിതരായിരുന്നു, എലീഫസ്, ബിൽദാദ്, സോഫർ. അവർ 3 യോബിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, യോബേ, ഇത് വരാൻ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ കയ്യിലിരിപ്പാ. ഇൻഡയറക്റ്റാണ് ഞാനത് പറയുന്നത്. അയാളോട് പറഞ്ഞു, യോബ് തകർന്നുപോയി. നിങ്ങൾ ആ വേദപുസ്തക ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ കടൽക്കരയിലെ മണല് പോലാന്ന്. വീണ്ടും 13-15 പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കുക, എൻ്റെ നടപ്പ് നിന്റെ മുൻപാകത്ത് തെളിയിക്കുക, ആരും എൻ്റെ കൂടെ ഇല്ല. യോബ് തകർന്നു പോവുക, യോബ് തകർന്നു പോവുക. കേൾപ്പാൻ ആരുമില്ലെങ്കിൽ, ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിൽ, താഴ്വര വാതിലിൽ നമ്മൾ തളർന്നു പോകും. താഴ്വരയുടെ കുഴപ്പം അതാ. ചിലപ്പോൾ ഒറ്റപ്പെടും, ആരുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഏറ്റവും ടെൻഷനിൽ കൂടെ ആരുമില്ലെന്നുള്ളതാണ്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമാകില്ലായിരുന്നു. എല്ലാത്തിനെയും നമ്മൾ 100 ഏറ്റെടുത്തേനെ. ഞാൻ സെമിനാരി പഠിക്കുന്നതിന് മുൻപ് കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൽ നിന്നതാണ്. കുഞ്ചക്കോണ അച്ഛനൊക്കെ അറിയാം. എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. അപ്പോഴേ ഞാൻ ഇങ്ങനെ RCCയുടെ വാർഡിൽ പോയ സമയത്ത് ഒരിക്കൽ മലപ്പുറംകാരി ഒരു ആമിന എന്നൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. ഒത്തിരി നല്ല കൂട്ടായി, നല്ല അടുപ്പമായി. ഒരു ദിവസം ആമിന എൻ്റെ അടുക്ക പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ഈ അസുഖത്തെ പറ്റി പറഞ്ഞു, ബോൺ ക്യാൻസറായിട്ടാണ് വന്നത്. കുഞ്ഞെ, എൻ്റെ കാലിനല്ല ശരിക്കും ക്യാൻസർ, എൻ്റെ കരളിന്. അപ്പം ഞാൻ ചോദിച്ചു, എന്നതാ? എനിക്ക് കാലിന് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലി. വൃദ്ധയായ മാതാവും ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് RCCയുടെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആമിനെ കണ്ടാൽ നമ്മൾ തളർന്നു പോകും. ആമിനെ പറയാതെ പറയുന്നത് എന്താണെന്നറിയാമോ? എന്നെ അയാൾ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ ഈ ക്യാൻസറിനെയൊക്കെ ഞാൻ പൊരുതി തോപ്പിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാതിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും, ആരും കാണില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, താഴ്വര വാതിലിൽ ആരും കാണില്ലായിരിക്കും, പക്ഷേ ഒരാൾ കൂടുണ്ട്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. ഞാനിനി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ നിങ്ങളിങ്ങനെ വല്ലാതിരിക്കുന്ന സമയം, കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയിലാണോ? നേട്ടങ്ങളിലാണോ? വളർച്ചയിലാണോ? അല്ല. ദൈവത്തിന് സ്തുതി പറഞ്ഞു കാണുമായിരിക്കാം. ദൈവത്തെ ശരിക്കും കൺമുൻപിൽ കണ്ടത് നിങ്ങളുടെ താഴ്വരയുടെ വാതില്ല. എല്ലാവരും നിങ്ങളെ കൈവിട്ട സമയം നിങ്ങളെ ചങ്കോട് ചേർത്ത് തമ്പുരാൻ അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് തമ്പുരാൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുക, കുഞ്ഞെ ഞാനുണ്ട്. ഈ വേദപുസ്തകം തരുന്ന വലിയ സന്ദേശം എന്താ? പ്രതിസന്ധിയിൽ അവൻ കൂടുണ്ടെന്നുള്ളതാ. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുണ്ട്. ആദമിന് ഹവ്വയോട് ഒപ്പം നടക്കുന്ന തമ്പുരാൻ കർത്താവ്, എത്ര സുന്ദരമായ ഒരു പിക്ചറാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം, അതിനു മുൻപ് വരെ നാശവും ദുഃഖമൊക്കെ. 21-ാം അധ്യായം, ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രവചന ഗ്രന്ഥമോ, ഇപ്പോഴും യാക്കോബേ, ഇസ്രായേലിൽ നിന്നെ സൃഷ്ടിച്ചവൻ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഉള്ളം കൈ വഹിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിലൂടെ കടന്നു പോകും, വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിലൂടെ കടന്നു പോകും, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തൊരു ബലമാണെന്നറിയാവോ? എന്തൊരു ബലമാണെന്നറിയാവോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തമ്പുരാൻ കർത്താവ് കൂടുണ്ടെന്നുള്ളതാണ് ഈ വേദപുസ്തകം തരുന്ന വലിയ ശക്തി. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ചിലയിടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ 38 വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായിട്ട് മരിച്ച ആളാണ്. പക്ഷെ അതല്ല മക്കൾ ഞങ്ങളെ തളർത്തിക്കളഞ്ഞത്. അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ മെൻ്റലി ഡിപ്രസ്ഡായിപ്പോയി. മെൻ്റലി ഡിപ്രസ്ഡ് എന്നല്ല പറയുന്നത്, ഒരു തരത്തിലൊരു മാനസിക രോഗിയെപ്പോലായി.
അമ്മ ഞങ്ങളുടെ പള്ളിയിലെ സമാജത്തിൻ്റെ സെക്രട്ടറിയാണ്. പ്രാർത്ഥനായത്തിനൊക്കെ ഓടി നടന്നൊരു സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നും അമ്മ എങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. അച്ചച്ചനായിരുന്നു എല്ലാം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അച്ചച്ചൻ മരിക്കുമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ക്യാൻസറായിരുന്നു, സെക്കൻഡറി ആയി, മുഴുവൻ വ്യാപിച്ചു, മരിക്കുമെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ മരിച്ചു എന്ന് പറയുന്നൊരു ഷോക്കായിപ്പോയി. ഇനി കുടുംബത്തിൻ്റെ ഭാരം വെക്കണമെന്നൊരു ചിന്തയായിരിക്കാം. ഒരു എസ്കേപ്പിസം പോലെ മെൻ്റലി ഡിപ്രസ്ഡ് അല്ല, ഒരു മാനസിക രോഗിയെ പോലായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സൈഡിൽ അച്ചച്ചനില്ല, മറു സൈഡിൽ അമ്മ ഇങ്ങനെ. മക്കളുടെ അവസ്ഥ ഒന്ന് ഭാവനയെ ചിന്തിച്ച് നോക്കി. പള്ളിയിൽ നിന്ന് പറഞ്ഞ് നടന്നൊരു സ്ത്രീ, ബന്ധുക്കൾക്ക് വേണ്ടി ഓടി നടന്നൊരു സ്ത്രീ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല, ഒരു ബന്ധുക്കളുടെ വീട്ടിലും പോയിട്ടില്ല, വീട്ടിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. എപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. ഒരു പ്രാവശ്യം പോലും ഒരിക്കലും ഞങ്ങളെ വിഷമിപ്പിക്കാത്ത അമ്മ അന്ന് ഞങ്ങളെ വിഷമിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തടിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും. പ്രാർത്ഥിക്കാനായിട്ട് ആവുന്നത്ര വിളിച്ചാലും വരില്ല. പള്ളി പോകാൻ ഞങ്ങൾ കെഞ്ചിയിട്ടും അമ്മ വരില്ല. ആരെയും കാണാൻ താല്പര്യമില്ല, മുറിക്കകത്ത് അങ്ങനെ ഇരിക്കും. ഞങ്ങൾ കടന്നുപോയത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഗുരുതുല്യനായ അരുപ്പാല അച്ഛൻ്റെയൊക്കെ സഹപാഠിയായ TC ജോണച്ചൻ്റെ ഗുരുതുല്യനാണ്. അച്ഛനറിയാം, പിന്നെ ഒരു MK മത്തായിച്ചനറിയാം, പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം അറിയാം. കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളെ പരിഹസിക്കാൻ ഒരു കാരണമാകും. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൊക്കെ ചിലപ്പോൾ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ എത്ര വലിയവരാണെങ്കിലും മാറി നിൽക്കാനല്ലേ ശ്രമിക്കുകയുള്ളല്ലോ. എൻ്റെ അച്ഛൻ ഡിഫൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് ഫാമിലി പെൻഷൻ എല്ലാം റെഡിയാക്കണം. അതിന് എൻ്റെ അമ്മ പോയില്ലല്ലോ, എൻ്റെ മൂത്ത സഹോദരിയാണ് എല്ലാത്തിനും പോയത്. എല്ലാ പേപ്പറുകളും ശരിയാക്കി അമ്മയുടെ സിഗ്നേച്ചർ പലയിടങ്ങളിൽ വിടണം. അപ്പോൾ സഹോദരി എല്ലാം റെഡിയാക്കി. അമ്മ ഒരിടം പോകാത്തതുകൊണ്ട് എല്ലാം ഒത്തിരി കഷ്ടപ്പെട്ട, എത്ര ദിവസം പോയാന്നറിയാം അവിടെ അതെല്ലാം ചെയ്തത്. അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അമ്മ അത് ഏറ്റുവാങ്ങിയിട്ട് ഒന്ന് നോക്കി, അവളെ ഒന്ന് നോക്കി, എന്നിട്ടൊരു വല്ലാത്ത ചിരി ചിരിച്ചിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് അവിടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ സഹോദരി വാവിട്ട് കരഞ്ഞു. അവളേക്കാൾ താഴ്ന്ന പ്രായമുള്ള ഞങ്ങൾ കൂടെ കരയല്ലാതെ എന്നെ ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോണം, അന്ന് എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം നടന്നിട്ടില്ല. സാമ്പത്തിക കാര്യങ്ങൾ ഒരുപക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, മാനസിക രോഗം ബാധിച്ച ഒരമ്മയുടെ പെൺമക്കളെ ആ വിവാഹം കഴിക്കാൻ കരഞ്ഞിട്ടുള്ളതിന് കയ്യും കണക്കുമില്ല. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, ദൈവം നമ്മുടെ കൂടുള്ള പോലായിരുന്നു. വേദോസ്തമൊക്കെ തുറക്കുമ്പോൾ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന തോന്നുന്നു നമുക്ക്. ചില സമയത്ത് നമ്മുടെ തോളിൽ തട്ടി പറയും, കുഞ്ഞെ എന്തിനാടാ വിഷമിക്കുന്നത്, ഞാനില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടുള്ളതും കരഞ്ഞിട്ടുള്ളതുമായ സമയമില്ല. എനിക്കറിയില്ല. പക്ഷേ അങ്ങനൊരു ബലം എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം തന്ന ബലമായിരിക്കും അത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരത്തിൽ മാറിപ്പോകേണ്ടതായിരുന്നു ജീവിതം. ചില സമയത്ത് അമ്മ ചിലപ്പം പറയും, എന്തിനാ ജീവിതം എന്നൊക്കെ പറയും. ഒന്നാലോചിച്ച് നോക്കി, ആശിക്കാൻ ഒന്നുമില്ലാത്തവർ ചിലപ്പം മനഃപൂർവ്വം ചിലതൊക്കെ ചെയ്തു കളയും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടല്ലോ. പക്ഷേ എനിക്കറിയില്ല, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി ഹൈദരാബാദിലായിരുന്നു. നാട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. TC ജോണച്ചൻ ചില സമയത്തൊക്കെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കരച്ചിൽ അച്ഛന് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. എനിക്കറിയില്ല പ്രിയമുള്ളവരെ, ഒരു സാക്ഷ്യം കണക്ക് ഞാൻ പറയുകയാണ്. എൻ്റെ അച്ഛൻ്റെ 1ാമത്തെ ചരമവാർഷികത്തിന് 2 ആഴ്ച മുൻപ് എൻ്റെ അമ്മ സാധാരണഗതിയിൽ നല്ല പറയേണ്ടത്, അമ്മ എങ്ങനെ പണ്ടായിരുന്നോ അതിനേക്കാൾ ഒരു പടി കൂടെ ദൈവത്തോട് ഉത്സാഹത്തോട് ജീവിതത്തിലേക്ക് അടുത്തു വന്നു. എൻ്റെ അമ്മ വീണ്ടും പള്ളിയുടെ സമാജത്തിൻ്റെ സെക്രട്ടറിയായി. പ്രാർത്ഥനാ കൂട്ടത്തിന് നേതൃത്വം കൊടുത്തു. എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം എൻ്റെ അമ്മയാണ് നടത്തിയത്. എൻ്റെ അച്ഛനുണ്ട് ഇത്രയും ഭംഗിയായിട്ട് നടത്തില്ല. എന്നെ സെമിനാരി കൊണ്ടുവിട്ടത് എൻ്റെ അമ്മയാണ്. ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്, ജോഷുവ അച്ഛൻ്റെ മുൻപിൽ എൻ്റെ അമ്മയാണ് എന്നെ പിടിച്ചവിടെ കൊണ്ടുവന്നു. അന്ന് TC ജോണച്ചൻ്റെ കാര്യവും ചോദിച്ചു. ഞാൻ ഷമ്മാശനായെങ്കിൽ, ഞാൻ വിവാഹം കഴിച്ചെങ്കിൽ, ഞാൻ വൈദികനായെങ്കിൽ, ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ ദൈവം കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്.
അമ്മ വീണ്ടും വളരെ നാളുകൾ ജീവിച്ചു. 2 വർഷത്തോളം തളർന്നു കിടന്നു. അവസാന സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ അധികം ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, എത്ര ദൈവബോധ്യത്തോടാണെന്നറിയാവോ അവസാനം വരെ എൻ്റെ അമ്മ ജീവിച്ചത്. ഇതെൻ്റെ അനുഭവം മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു ഫ്ലാഷ് ബാക്ക് കണക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ദൈവത്തെ കണ്ടത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊന്നുമല്ല. അപ്പോൾ ദൈവത്തിന് ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞു കാണുമായിരിക്കാം, ദൈവം തന്നതിനെ പറ്റി നന്ദി പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ദൈവത്തെ കണ്ടത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലല്ലേ. തമ്പുരാൻ ഇങ്ങനെ അടങ്കം പിടിച്ചപ്പോഴത്തേക്ക് കുഞ്ഞെ കൂടുണ്ട്. വാലി ഗേറ്റ് മരണനിഴലിൻ താഴ്വാരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണനിഴലിൻ താഴ്വാരയിൽ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായക വിശ്രാമദേശ ആരാധനയുള്ളതുകൊണ്ട് ഇപ്പം നിർത്തുന്നതല്ലേ ഉചിതം. അപ്പം അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്തതിൻ്റെ ടൈറ്റിലുകൾ മാത്രം വേഗത്തിൽ ഞാനൊന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സമയം നീണ്ടുപോകുമല്ലോ. അടുത്തത് ഈ 5-ാമത്തെ വാതിൽ, വേഴ്സ് 14, ഡങ് ഗേറ്റ് അല്ലേ? അല്ലല്ല, കുപ്പവാതിൽ. ഡങ് ഗേറ്റ്, കുപ്പവാതിൽ. യെരുശലേമിലെ വേസ്റ്റ് എല്ലാം തള്ളിക്കളയുന്ന സ്ഥലമാണ്. ഒരു ഒരു ഡങ് ഗേറ്റിലൂടെ നമ്മൾ പോകണം പ്രിയമുള്ളവർ. ഒത്തിരി നന്മ നമുക്ക് കാണും, ഒത്തിരി നല്ല വശങ്ങൾ കാണും. പക്ഷേ എന്തൊക്കെയോ വേസ്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് കളയാനിടയാകണം. ചില വേസ്റ്റ് ഉണ്ട്. ചിലപ്പോഴും നമ്മുടെ ഈഗോ ആയിരിക്കും, ചിലപ്പോൾ മുൻകോപമായിരിക്കും, ചിലപ്പം സെൽഫിഷ്നെസ് ആയിരിക്കും, ചിലപ്പോൾ എന്താണെന്നറിയാമോ നമ്മുടെ സമ്പത്തിനെ പറ്റിയുള്ള നമ്മുടെ അമിത ചിന്തയായിരിക്കാം, ചിലപ്പം രഹസ്യ പാപമായിരിക്കാം, ആ കുടുംബജീവിതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓർത്തോണം, എന്തെങ്കിലും ഒരു വേസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എല്ലാത്തിനെയും നശിപ്പിക്കും. ബാക്കി എല്ലായിടും നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു വേസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ മുഴുവനും വേസ്റ്റ് ആകും. ഹണിക്കകത്ത് ഒരു ഡ്രോപ്പ് പോയിസൺ വന്നു കഴിഞ്ഞാൽ എല്ലാം പോകുന്ന പോലെ. ചിലത് വേസ്റ്റ് ഉണ്ട്, കളയേണ്ടിയിരിക്കുന്നു. അടുത്തത് വേഴ്സ് 15, ഉറവവാതിൽ, ഫൗണ്ടൻ ഗേറ്റ്. ഈ വാതിൽ ശീലോഹം കുളത്തിലേക്കാണ് തുറക്കുന്നത്. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇതാണ് ശീലോഹം കുളമായിട്ട് മാറിയത്. യേശു തമ്പുരാൻ അന്ധൻ്റെ കണ്ണിൽ ചേറ് പൂശിയത് ഇവിടെ വച്ചാണ്. അവൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ ഫൗണ്ടൻ ഗേറ്റ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണ് തുറക്കണമെന്നാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണ് തുറക്കണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് കണ്ണ് തുറക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണ് തുറക്കണം. 6-ാമത്തെ വാതിൽ, 7-ാമത്തെ വാതിൽ, 26-ാമത്തെ വാക്യം തോന്നുന്നു. അല്ലല്ലോ, 26, 21, നീർവാതിൽ, വാട്ടർ ഗേറ്റ്. യെരുശലേമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന വാതിലായത് വാട്ടർ ഗേറ്റ്. പണ്ട് കാലങ്ങളിൽ ഒട്ടകത്തിൻ്റെ പുറത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. വാട്ടർ എന്തിനെ സിംബലൈസ് ചെയ്യുകയാണ്? ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്ന എന്തൊരു കാര്യമാണ്? പരിശുദ്ധാത്മാവാണ് വിവേചന ശക്തി തരുന്നത്. ഡു ആൻഡ് ഡു നോട്ട്സ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം, ചിലത് ചെയ്യരുത്. ഡു ആൻഡ് ഡു നോട്ട്സ് ജീവിതത്തിലുണ്ട്. ഈ ബോധ്യം ഉണ്ടാകണം. ഇത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പരിശുദ്ധാത്മ സന്തോഷം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഇല്ലെങ്കിൽ എന്തു പ്രയോജനമാണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുണ്ടാകേണ്ടതാണ്. 27-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം, കുതിരവാതിൽ, ഹോഴ്സ് ഗേറ്റ്. ശലോമോൻ്റെ കുതിരാലയം ഇവിടെയാണ്. കുതിര എന്താണെന്നറിയാമോ? അത്
വിജയത്തിൻ്റെ സിംബൽ ഓഫ് സക്സസ്, വിജയത്തിൻ്റെ പ്രതീകമാണ്. തലയെടുപ്പുള്ള ജീവിയാണ് കുതിര, വിജയത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതം വിജയിക്കാൻ വേണ്ടിയുള്ളതാണ്, പരാജയപ്പെടാനുള്ളതേ അല്ല. നമ്മളൊക്കെ വിചാരിക്കും, യോ എൻ്റെ ജീവിതം പരാജയമാണല്ലോ. തമ്പുരാൻ ഒരു ജീവിതവും പരാജയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, വിജയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. വിജയിക്കാൻ വേണ്ടി മാത്രം. പരാജയപ്പെടുന്നെങ്കിൽ മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ജീവിതത്തെ പരാജയത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. ഒരു ജീവിതവും പരാജയപ്പെടാൻ വേണ്ടി തമ്പുരാൻ തന്നിട്ടുള്ളതല്ല, വിജയിക്കാൻ വേണ്ടി മാത്രം തന്നിട്ടുള്ളതാണ്. 9-ാമത്തെ വാതിൽ, ഈസ്റ്റേൺ ഗേറ്റ് 30 വേഴ്സ് 30 ഇല്ലേ? കിഴക്കേ വാതിൽ, ഈസ്റ്റേൺ ഗേറ്റ് ഓർ ഗോൾഡൻ ഗേറ്റ്. ഒലിവുമലയ്ക്ക് ഓപ്പോസിറ്റാണ്, ടെമ്പിൾ മൗണ്ടിൻ്റെ തൊട്ട് കിഴക്കാണ് ഈസ്റ്റേൺ ഗേറ്റ്. നിങ്ങൾ ഇപ്പോഴും യെരുശലേം ഹോളി ലാൻഡിൽ പോയാൽ അറിയാം, എല്ലാ വാതിലും തുറന്നു കിടക്കുകയാണ്, ഗോൾഡൻ ഗേറ്റ് മാത്രം പൂട്ടിക്കിടക്കുകയാണ്. ഗോൾഡൻ ഗേറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. യേശു തമ്പുരാൻ്റെ ഗ്ലോറിയസ് എൻട്രൻസ് ഈ വാതിലൂടെ ആയിരുന്നു, ബേത് ഫേഗായിൽ നിന്ന് യെരുശലേമിലേക്കുള്ളത്. ഇത് സെമിറ്റിക് മതങ്ങളുടെ പുണ്യഭൂമിയാണ്. ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുഡൈസം അവരുടെ പുണ്യഭൂമിയാണ്. യഹൂദന്മാരുടെ ദേവാലയം നിന്ന സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. ഇപ്പോഴത് നിങ്ങൾക്കറിയാം, അവിടെ അതില്ല. അലക്സ മോസ്കും ഡോം ഓഫ് ദ റോക്കുമാണ്. യഹൂദൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? ഈ ഗോൾഡൻ ഗേറ്റ് ലോക്ക് ചെയ്തത് ഓട്ടോമൻ സുൽത്താനാണ് ഇത് ലോക്ക് ചെയ്തത്. കാരണം ഈ ജനങ്ങൾ ഇതുവഴിയാണ് പ്രവേശിക്കുന്നത്, അതിനെ ലോക്ക് ചെയ്തു. സെക്യൂരിറ്റി റീസണിൻ്റെ ഭാഗമാണ്. യഹൂദമതം വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് മെസ്സിഹ വരും, മെസ്സിഹ വീണ്ടും വരുമെന്നാണ്. യഹൂദന്മാർ മെസ്സിഹ വരുമെന്നാണ് ചിന്തിക്കുന്നത്. എനിക്ക് ചരിത്രമൊന്നും പറയാൻ സമയമില്ല, പക്ഷേ മെസ്സിഹ വരുമെന്നാണ് ചിന്തിക്കുന്നത്. മെസ്സിഹ ഈ ഗോൾഡൻ ഗേറ്റിലൂടെ കയറും. പൂട്ടപ്പെട്ട ഗേറ്റിലൂടെ അങ്ങനെ പ്രവേശിക്കപ്പെടുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, തമ്പുരാൻ വരും, ഈ വാതിൽ തുറക്കപ്പെടും, എന്നിട്ട് മെസ്സിഹായുടെ രാജ്യം സ്ഥാപിക്കും. അതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ യെരുശലേം ദേവാലയമില്ല, ഒരു വെയിലിംഗ് വോൾ മാത്രമാണുള്ളത്. അവിടെ വന്ന് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാലത്ത് യെരുശലേം ദേവാലയം പണിയാൻ അവസരം ലഭിക്കണം, മെസ്സിഹായെ വേഗം വരണമേ, മാറാനാത്ത എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ. ഇപ്പം യഹൂദന്മാരുടെ പുണ്യസ്ഥലമാണ്, നമ്മുടെയും പുണ്യസ്ഥലമാണ്. നമ്മുടെ വിശ്വാസം എന്താണെന്നറിയാമോ? യേശു തമ്പുരാൻ ഒലിവുമലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. വീണ്ടും അവൻ വരുന്നത് ഒലിവുമലയിലാണ്. അപ്പോൾ ഒലിവുമല പിളരും. നമ്മൾ പാടത്തില്ലേ, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ, കണ്ണുനീരുമാറും നാളടുത്തു വേഗം, എൻ്റെ യേശു വാക്കുമാറാത്തോൻ. തമ്പുരാൻ വീണ്ടും വരും, ഒലിവുമല പിളരും, ഈ ഗോൾഡൻ ഗേറ്റിലൂടെ പ്രവേശിക്കും, രക്ഷിത ജനത്തെ ചേർത്ത് നിത്യതയിലേക്ക് പോകും. പക്ഷേ ഈ ഗോൾഡൻ ഗേറ്റിൻ്റെ അറബിയിൽ 2 പേരാണുള്ളത്, ബാബൽ ദഹാബി ആൻഡ് ബാബൽ സഹാബി. ബാബൽ ദഹാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഓഫ് ഡെത്ത്, ബാബൽ സഹാബി എന്ന് വെച്ചാൽ ഗേറ്റ് ഓഫ് എറ്റേണൽ ലൈഫ്. പ്രിയമുള്ളവരെ, ഒരു വാതിലുണ്ട് നമുക്ക്, ഈ മരണത്തിൻ്റെ വാതിലാണ്. ഈ മരണത്തിൻ്റെ വാതിലൂടെ എല്ലാവരും പ്രവേശിച്ച് മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തീരുകയല്ല, ഈ വാതിൽ ഒരു എറ്റേണിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സമയപരിമിതി കൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. അവസാനത്തെ വാതിൽ, 31-ാമത്തെ വാതിൽ, ഹമീഫ് ഖാദ് വാതിൽ, ഇൻസ്പെക്ഷൻ ഗേറ്റ്. മരണത്തിനപ്പുറം ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. എല്ലാ മനുഷ്യനും കടന്നു പോകേണ്ടതാണ് ഇൻസ്പെക്ഷനിലൂടെ. ഇനിയും കരുണയില്ല, ഇനിയും കൃപയില്ല, ഇനിയും ദൈവം സ്നേഹത്തോടെ ഇടപെടില്ല. ന്യായം വിധിക്കുന്ന ദൈവമാണ് അന്ത്യനാളിൽ. ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അതായത് പുറജാതികൾ, അന്യദേശക്കാരികൾ, പരദേശികൾ യെരുശലേമിലേക്ക് കയറുന്നത് ഈ ഇൻസ്പെക്ഷൻ ഗേറ്റ് വഴിയാണ്. പരിശോധിക്കും, രേഖകളൊക്കെ ഓക്കെ ആണെങ്കിലേ കയറ്റി വിടത്തുള്ളൂ. നമ്മൾ പറയത്തില്ലേ എമിഗ്രേഷൻ എന്നൊക്കെ പറയത്തില്ലേ, വിസ പ്രോസസ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ പ്രോസസ്സ് ചെയ്യും. യോഗ്യരായവരെ കയറ്റി വിടത്തുള്ളൂ, അല്ലാത്തവരെ നാട് കടത്തും. ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ജീവിതത്തിൽ കണക്ക് ചോദിക്കുന്ന ഒരിടം കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 10 ഗേറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളാണ്. നമ്മൾ കടന്നു പോകേണ്ട ജീവിതത്തിൻ്റെ വഴിത്താരകൾ. ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം, കർത്താവെ കുറച്ചുകൂടി ഉത്കൃഷ്ടമായിട്ട് ജീവിക്കാൻ, കുറച്ചുകൂടി ക്വാളിറ്റിയോട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പാരിഷ് ഡേക്ക് വേണ്ടി അടിയങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവകൃപ വ്യാപരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ എൻ്റെ സഹപാഠിയാണ്. പുഞ്ചക്കോണോ അച്ഛൻ ജ്യേഷ്ഠസ്ഥാനീയനാണ്. ടെജി അച്ഛനുമായിട്ട് ഷിക്കാഗോയിലുമുള്ള പരിചയമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ വലിയച്ഛൻ അരൂപ്പാലച്ഛനായിരുന്നു വികാരിയായിട്ടുണ്ടായിരുന്നത്. കോവിഡിൻ്റെ സമയത്ത് ഉള്ള ആ ബന്ധം ഞാൻ ഓർക്കുന്നു. ഞാൻ
ഈ 2 ദിവസമായിട്ട് തിരുവചനം സംസാരിപ്പാൻ എനിക്ക് ദൈവം അവസരം തന്നു. പ്രത്യേകിച്ച് അച്ഛന്മാർ എനിക്ക് വേണ്ടിയും കൂടെ ഇത് ക്രമീകരിച്ചെന്ന് ഞാൻ തീർച്ചയായിട്ടും ഇടവ ഭരണസമിതിയൊക്കെ ചിന്തിച്ചുവെന്ന് ഞാൻ തീരുമാനിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. 2 ദിവസങ്ങൾ കൂടാൻ തക്കവണ്ണം ഇടയായി. തുടർന്ന് ഞാൻ 1-2 മറ്റ് ദേവാലയങ്ങളിലേക്ക് മാറുകയും കൂടെയാണ്. നാളെ ആരാധനയ്ക്കുമില്ല. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു.